ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ജോയലിൻ്റെ വീട്ടിലേക്കാണ്. ജോയലിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം അവിടെ നല്ല സ്നോഫാള് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ ഒരു സ്നോഫാൾ ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ ജോയലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം വളരെയധികം സ്നോ വീണ് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ വില്ലേജിലേക്ക് സ്നോഫാൾ എത്തിയിട്ടില്ലെങ്കിലും സിമ്മേൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ജോയൽ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അവിടെ നല്ല രീതിയിൽ സ്നോഫാൾ കിട്ടിയെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോകാം. പോകുന്ന വഴിയിലെല്ലാം പൂർണ്ണമായും മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ സ്നോഫാൾ ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. ജർമ്മനിയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ ദിവസങ്ങളിൽ സ്നോഫാൾ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോബാനിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ കാണാനായിട്ട് സാധിച്ച കാഴ്ച ഇങ്ങനെയായിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും മഞ്ഞ് മൂടി കിടക്കുന്നതായിട്ടായിരുന്നു. ആ ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു സ്നോഫാൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നതിന് ശേഷം ഇത്രയും നല്ലൊരു സ്നോഫാൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ജോയലിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു സെൽഫിയും അതുപോലെ തന്നെ ജോയലിൻ്റെ വീടിൻ്റെ ഗാർഡനിലുള്ള ഒരു വീഡിയോയും എല്ലാം എടുത്ത് ഞങ്ങൾ പതുക്കെ ബാക്ക് സൈഡിലുള്ള മെയിൻ ഗാർഡനിലേക്കാണ് പോയത്. ഈ കാണുന്നതാണ് ഒരു ഗാർഡൻ ഏരിയ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആയിട്ടും അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്ന കാരണം കൊണ്ട് സ്നോയിൽ കളിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അങ്ങനെ ജോയലിൻ്റെ വീട്ടിലെ എല്ലാവരും ഞങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു സ്നീൽ കളിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. എവലിൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ വന്നപ്പോൾ മുതലുള്ള ചോദ്യങ്ങളായിരുന്നു, എപ്പോഴാണ് മഞ്ഞ് വീഴുക, എപ്പോഴാണ് നമുക്ക് സ്നോഫാൾ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഡിസംബറിൽ ക്രിസ്മസിൻ്റെ സമയത്ത് നല്ലൊരു സ്നോഫാൾ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഈ ഒരു ജനുവരിയിലാണ് ഞങ്ങൾക്ക് നല്ലൊരു സ്നോഫാൾ കാണാനായിട്ട് സാധിച്ചത്. നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമുറങ്ങും ചെല്ല മനമുറങ്ങും താലിപ്പീലി താരാട്ടിൽ. നമുക്ക് വീഡിയോയിൽ കാണാവുന്നത് പോലെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതുപോലൊരു സിറ്റുവേഷനിൽ നമ്മൾ സ്നോ കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനും അതുപോലെ തന്നെ സ്നോമാൻ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ആഗ്രഹിച്ച ഒരു സമയങ്ങളായിരുന്നു. അപ്പോൾ എക്സാക്ട്ലി ജനുവരിയിൽ തന്നെ ഈ ഒരു സ്നോഫാൾ ഇവിടെ വന്നതും ഞങ്ങൾ അന്നേക്ക് ഇവിടെ വരാനായിട്ട് സാധിച്ചതും എല്ലാം സൂപ്പറായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങളൊരു സ്നോമാനൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
സ്നോമാനെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടുത്ത ഒരു ക്ലിപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്നോമാൻ ഉണ്ടാക്കി തീർന്നു. അതിനുശേഷം നല്ലൊരു ഫോട്ടോഷൂട്ടും ഞങ്ങളവിടെ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു നൂറിഷ്ടം കാതിൽ ചൊന്നതാരാണ് കോടമഞ്ഞിൽ താഴ്വരയിൽ താഴ്വരയിൽ. കോടമഞ്ഞിൽ താഴ്വരയിൽ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്നോമാൻ. അപ്പോൾ സ്നോമാൻ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ കളികളൊക്കെ അവസാനിപ്പിച്ച് പതുക്കെ വീട്ടിലേക്ക് കയറി. ഒരു നൂറിഷ്ടം കാതിൽ ചൊന്നതാരാണ് കോടമഞ്ഞിൽ താഴ്വരയിൽ താഴ്വരയിൽ. അങ്ങനെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പറയേണ്ടതില്ലല്ലോ, വേഗം തന്നെ ഹൈസുങ്ങിൻ്റെ ഹീറ്ററിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. ഞങ്ങളുടെ സ്ട്രോംബർഗിൽ ഞങ്ങളുടെ വില്ലേജിൽ സ്നോഫാൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവമാണ് നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. താങ്ക് യു. Tschüss.